ഇനി നമുക്ക് ഈ ഇൻപുട്ട് എലമെൻറ്റുകൾ സ്റ്റൈൽ ചെയ്യാം. സമയം നീണ്ടു പോകാതിരിക്കാൻ ഞാൻ എല്ലാം ടൈപ്പ് ചെയ്യുന്നില്ല. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതായത് പാഡിങ്, നമ്മൾ ഓരോ എലമെൻറ്റിനും പാഡിങ് കൊടുക്കുന്ന പോലെ തന്നെ ഈ ഇൻപുട്ട് എലമെൻറ്റിനും നമ്മൾ പാഡിങ് കൊടുക്കുന്നു. അപ്പോൾ ആ എലമെൻറ്റിനകത്തുള്ള പാഡിങ് ആണ് റെഡിയാവുന്നത്. അതേപോലെ തന്നെ ബോർഡർ, ഈ ബോർഡർ ഇതൊരു ഷോർട്ട് ഹാൻഡ് ആണ്. അതായത് ബോർഡറിൻ്റെ വിഡ്ത്ത്, അത് എന്ത് ടൈപ്പാണ് എന്നുള്ളത്, അതിൻ്റെ കളർ, ഇതെല്ലാം 3 ലൈനിൽ എഴുതുന്നതിന് പകരം ഒറ്റ ലൈനായിട്ട് തന്നെ നമുക്ക് എഴുതാം. അതേപോലെ തന്നെ ബോർഡർ റേഡിയസ്, അതായത് ഈ 4 കോർണറിലും വരേണ്ട ആ ഒരു കർവിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫോണ്ട് സൈസ്, ടെക്സ്റ്റിന് എത്രത്തോളം സൈസ് വേണം എന്നുള്ളത്. പിന്നെ ഔട്ട്ലൈൻ, അത് നമ്മൾ നൺ എന്ന് കൊടുക്കുന്നത് കാരണം അതിന് ചുറ്റും വേറെ എഫക്റ്റ് ഒന്നും വരുന്നില്ല. വീണ്ടും ഇൻപുട്ട് കഴിഞ്ഞ് ഒരു കോളൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഫോക്കസ് എന്ന് നിങ്ങൾക്ക് കാണാം. അതായത് ആ ഇൻപുട്ടിൽ ഫോക്കസ് വരുമ്പോൾ മാത്രമേ ഈ സ്റ്റൈല് വർക്കാവുകയുള്ളൂ. അതായത് ആ ഇൻപുട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡ് വെച്ച് ആ ഇൻപുട്ടിലേക്ക് വരികയോ ചെയ്താൽ അപ്പോൾ അതിൽ ഈ ബോർഡർ കളർ വർക്കാവും. ഞാൻ സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാൻ പറ്റും. പാഡിങ്, അതിൻ്റെ സൈസ്, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന് ചുറ്റും ബോർഡർ കളർ വന്നിരിക്കുകയാണ്.